പ്രിയപ്പെട്ട ലീഗരെ, ശരിയാണ്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്. AP ഉസ്താദ് തോൽപ്പിക്കണമെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. എന്തൊക്കെയായിരുന്നു നിങ്ങളെ ഭാഷയിൽ ഒന്നിനും പറ്റാത്ത ഒരു പണ്ഡിതൻ ഒന്ന് തോൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഒന്നുമല്ലാതായിരുന്ന മണ്ണാർക്കാടേക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടാക്കിയത് ഒരു പണ്ഡിതന്റെ വാക്കിന് തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം വിലയുണ്ടായി എന്നത് മതി ആ പണ്ഡിതന്റെ വാക്കിന്റെ വില മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പിൽ ഷംസുദ്ദീൻ ജയിച്ചതില് AP ഉസ്താദ് തോൽപ്പിക്കാൻ പറഞ്ഞ മണ്ണാർക്കാട്ടെ ഷംസുദ്ദീൻ ജയിച്ചു കയറുമ്പോഴേക്ക് ഒരു പ്രസ്ഥാനമില്ലാതായെന്ന രൂപത്തിൽ പറഞ്ഞു നടക്കുന്നവരോട് സ്നേഹപൂർവ്വം പറയട്ടെ, ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്റെ ഉസ്താദ് ചെയ്തതാണ് ശരിയെന്ന്. കാന്തപുരം അത് പറയേണ്ടിയില്ലായിരുന്നുവെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം പള്ളത്ത് വീട്ടിലെ നൂറുദ്ദീന്റെയും ഹംസയുടെയും ഉമ്മ സങ്കടപ്പെട്ട് പറയുന്നതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്റെ മക്കളെ ലീഗുകാര് കൊന്നത് ഏപ്പിക്കാരായി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണെന്ന്. ആ ഉസ്താദിന്റെ മൊഹിബായി ഉസ്താദിന്റെ കൂടെ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ലീഗുകാരെ ഇല്ലാതാക്കിയെന്ന ആ ഉമ്മയുടെ സങ്കടത്തിന് തിരിച്ചു കൊടുക്കാൻ ഒരു പ്രസ്ഥാനത്തിൽ അണിനിരന്നുവെന്ന ഒറ്റ കുറ്റത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് രണ്ടും മനുഷ്യ ജീവനെടുക്കുകയും എന്നിട്ട് അതിന്റെ പ്രതികളെ ഒരാഴ്ച പോലും മഴികൾക്കുള്ളിൽ കിടക്കാൻ സമ്മതിക്കാതെ ജാമ്യത്തിലെടുക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെ, അതിന് മുന്നിട്ടിറങ്ങിയ ഷംസുദ്ദീൻ എന്ന MLA തോൽപ്പിക്കാൻ പറഞ്ഞ ആ AP ഉസ്താദിന്റെ നിലപാടിന്റെ ധീരത ഓരോ പ്രാസ്ഥാനികണികൾക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. നമ്മുടെ കാര്യം ചിന്തിക്കുന്ന ഒരു നേതാവുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞില്ലേ? എന്നിട്ടും ജയിച്ചു എന്നാണോ നിങ്ങളുടെ വീമ്പ്? നിങ്ങൾ ആർമാദിച്ചോളൂ, നിങ്ങൾ രൂപമുണ്ടാക്കി കത്തിച്ചോളൂ, നിങ്ങൾ തെറിയഭിഷേകങ്ങൾ നടത്തി പ്രകടനം നടത്തിക്കോളൂ. പക്ഷെ നിങ്ങളൊന്നറിയണം, ഇത് നിങ്ങളുടെ രാഷ്ട്രീയാടവിന്റെ വിജയമായി നിങ്ങൾക്ക് ആഘോഷിക്കാം. പക്ഷേ നേരിന്റെ വിജയമായി കൊണ്ടാടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ നേതാക്കളും മണികളും ഉൾപ്പെടെയുള്ള പ്രതിപട്ടിക മുന്നിൽ വെച്ച് മുസ്ലിം ലീഗ് ഇത് ചെയ്തിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? കൂട്ടത്തിൽ ഒരാളുടെ കുടുംബ പ്രശ്നങ്ങളിൽ പരിമിതപ്പെടുത്താൻ ആ പ്രതിപട്ടികയിൽ വരുന്ന കൊലയാളി സംഘത്തെ സംരക്ഷിച്ചിട്ട് അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ച് വിജയിച്ചിട്ട് ആത്മവിശ്വാസത്തോടെ കിടന്നുറങ്ങാൻ, നേരിന്റെ പക്ഷത്തു നിന്ന് കിടന്നുറങ്ങാൻ നിങ്ങൾക്ക് കഴിയോ ലീഗുകാരെ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ആഘോഷത്തിന് അത്ര വിലയെ ഞങ്ങൾ നൽകുന്നുള്ളൂ. കിരാതമായ അക്രമങ്ങൾ നടത്തിയിട്ട് ഗുജറാത്തിൽ വീണ്ടും അധികാരത്തിലേറിയ മോദി വിജയിച്ച വിജയത്തിന്റെ അത്ര വിലയെ ഞങ്ങൾ നൽകുന്നുള്ളൂ. ഭൂരിപക്ഷം കൂടിയ നൂറ്റം കൊള്ളുന്നതല്ലേ? നിങ്ങൾക്കറിയോ, നിങ്ങൾ അരിയിൽ ഷുക്കൂറിനെ കൊന്ന മണ്ഡലത്തിൽ കൊന്ന പാർട്ടിയുടെ MLAക്ക് ഇപ്രാവശ്യം എത്ര ഭൂരിപക്ഷം കൂടിയെന്ന്? നിങ്ങൾക്ക് വിജയാഘോഷിക്കാം. പക്ഷേ നേരും നിറയും തീരുമാനിക്കാനുള്ള സ്കെയിലാക്കി കണക്കിലെടുക്കരുത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്. കാന്തപുരം എന്ന് പറയുമ്പോഴേക്ക് കൊട്ടും കൊരവയെടുത്ത് എല്ലാവരും ഒന്നായില്ലേ? തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, BJPയുടെ വോട്ടുകൾ എങ്ങോട്ടാ പോയതെന്ന്. BJPയുടെ വോട്ടും KMCCയുടെ പണവും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതോടുകൂടി കാന്തപുരത്തിന്റെ വിലയില്ലാതായെന്ന് പറയുന്നവർ അറിയണം, കുറച്ചു കാലം മുമ്പ് ഇതുപോലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സുന്നി സമൂഹത്തിന്റെ അധികനായ നേതാവായിരുന്ന ഷംസുല്ലുലമ EK അബൂബക്കർ മുസ്ലിയാർ തന്റെ അവസാന തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പറഞ്ഞ ലീഗിന്റെ നേതാവായ CD സാഹിബിനെ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് അവിടെയും ലീഗുകാർ ജയിപ്പിച്ച് കയറ്റിയിരുന്നു CD സാഹിബിനെ. അതുകൊണ്ട് ഷംസുല്ലുലമയുടെ വില ഇടിഞ്ഞുവെന്ന് നിങ്ങൾ പറയോ? ഇല്ലല്ലോ, വേണ്ട. പാണക്കാട് തങ്ങൾ വോട്ട് ചോദിച്ച, വോട്ടിനാവശ്യപ്പെട്ട പ്രാർത്ഥനയൊരുക്കിയ, കുടുംബസംഗമം നടത്തിയ താനൂരിൽ കനത്ത തോൽവിയേറ്റ് വാങ്ങുമ്പോഴേക്ക് പാണക്കാട് തങ്ങളുടെ വാക്കിന് ഇനിയൊരു ഫോഴ്സുമില്ലെന്ന് നിങ്ങൾ പറയൂ? ഇല്ലല്ലോ. പിന്നെ സുന്നികൾ ഇനി എന്താകുമെന്ന ആശങ്കയിലാണെന്ന് പറഞ്ഞു നടക്കുന്നവരോട് പറയട്ടെ, ഞങ്ങൾക്ക് ആശങ്കയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ആശ്വസിക്കാൻ ഒരുപാടുണ്ട്. കൊടുവള്ളിയിൽ ജയിച്ചു കയറിയ കാരാട്ട് റസാഖും KT ജലീലും താനൂരൊക്കെ നിങ്ങൾ വിജയാഹ്ലാദത്തിന്റെ ഭേരി മുഴക്കുമ്പോഴും നിങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കുന്നില്ലേ? താനൂര് സംഭവിച്ചത് ആരുടെ ശ്രമഫലമാണെന്ന്? കാരാട്ട് റസാഖിന്റെയും KT ജലീലിന്റെയും പിന്നിൽ ചോദകശക്തിയായി വർത്തിച്ചത് ആരാണെന്ന് നിങ്ങളെ നടുക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? അതിനൊക്കെ അപ്പുറത്ത് നിലവിൽ വന്നിരിക്കുന്ന LDF സർക്കാർ എല്ലാം ശരിയാകുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെയൊക്കെ ശരിയാകുമെന്നത് തീർച്ചയാണ്. വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും ഇനി നമ്മൾ തീർത്തും അന്യന്മാരാകില്ല. ഗവൺമെന്റിന്റെ കീഴിലുള്ള ന്യൂനപക്ഷത്തിന്റെ ഒരുപാട് കമ്മിറ്റികളിൽ നിന്ന് നമ്മളെ ഇനി മാറ്റി നിർത്തൂല.
സമുദായത്തിന് അവകാശപ്പെട്ട അറബി സർവകലാശാല പോലെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 4+1 5 മന്ത്രിമാരും 20ഓളം MLA-മാരുണ്ടായിട്ട് UDF-ന്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞ അറബി സർവകലാശാല എവിടെ കൂട്ടരെ? നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരെയും ഒന്നിച്ചിരുത്തി സുന്നികളെ മാത്രം മാറ്റി നിർത്തി ഒറ്റപ്പെട്ട് തഴഞ്ഞു തള്ളിയ ന്യൂനപക്ഷത്തിന്റെ വകുപ്പുകളെക്കുറിച്ചാലോചിച്ച് ഞങ്ങൾക്കിനി ഏറെയൊന്നും ആശങ്കപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് എപിക്കാരും മൊത്തം തീർന്നുവെന്ന് പറഞ്ഞു നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കുമുണ്ടാകും ഉള്ളിൽ ഒരു ഉൾക്കിടിലം. സമുദായ പാർട്ടിയുടെ ഓശാരത്തിൽ അനർഹമായി വാങ്ങിക്കൂട്ടിയവ ഇനി കിട്ടില്ലല്ലോ എന്ന പരിഭവം നിങ്ങൾക്കുണ്ടാകും. നമുക്ക് കാത്തിരുന്ന് കാണണം. എന്നിട്ട് മണ്ണാർക്കാട് ഒറ്റ വിഷയം പറഞ്ഞ് നിങ്ങൾക്ക് ഏറെ സന്തോഷിക്കാനൊന്നുമില്ല. അല്ലെങ്കിലും എന്താണ് ഇത്ര ആഘോഷിക്കാൻ മാത്രം? എപിക്കാരുടെ വോട്ട് വേണ്ടെന്ന് ലീഗിൽ ആരെങ്കിലും പറഞ്ഞിരുന്നു? പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളോ എന്തിന് കുഞ്ഞാലിക്കുട്ടിയെങ്കിലും എപിക്കാരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടില്ല? കിട്ടുന്നതൊക്കെ കിട്ടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട്. എന്നിട്ട് അതൊന്നുമില്ലാതെ ഇപ്പൊ പൂർണ്ണമായും കോലം കത്തിച്ചും വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ അവഹേളനങ്ങൾ ചൊരിഞ്ഞും ഒരു പണ്ഡിതനെ ട്രോൾ എഴുതി വിമർശിച്ചു നടക്കുമ്പോ ഒന്ന് പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാന്തപുരം പണിത പള്ളികളിൽ സുജൂദ് ചെയ്യുന്ന ഒരു വിശ്വാസി ചെല്ലുന്ന തസ്ബീഹിന്റെ കൂലി മതിയടോ കാന്തപുരത്തിന് രക്ഷപ്പെടാൻ? എന്നിട്ട് ചിന്തിക്ക്, മുജാഹിദ് ചൊല്ലിത്തന്ന ആത്മീയ ചൂഷണത്തിന്റെ പേര് പറഞ്ഞ് ഒരു പണ്ഡിതന് നേരെ കുതിര കയറുന്നതിന് മുമ്പ് എനിക്കറിയാം ബോധപൂർവമായ ശ്രമം. ഇവിടത്തെ ഈ പ്രസ്ഥാനക്കാർക്ക് കാന്തപുരം അനഭിമതനാണ്. പല സുന്നികളെയും ഇവരാണ് അനാവശ്യമായ വികാരങ്ങൾ ഇളക്കിവിട്ട് കൊലം കത്തിക്കാൻ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ലീഗാരാ വിജയത്തിന്റെ ആഘോഷമായിക്കോളൂ. പക്ഷേ അതിരുകടക്കുമ്പോ ഓർക്കുന്നത് നല്ലതാണ്. ഈ ആവേശങ്ങളൊന്നും ശാശ്വതമല്ലെന്ന്, രാഷ്ട്രീയ വിജയങ്ങളുടെ ആർപ്പുവിളികൾ എന്നും കൂടെ ഉണ്ടാകില്ലെന്ന്, നിങ്ങളുടെ ട്രോളുകളിലും മെസ്സേജിലും തകരുന്ന വീര്യമല്ല കാന്തപുരത്തിന്റേത്. വെറും 6 ആള് മാത്രം ഇറങ്ങി വരുന്ന സമയത്ത് കാന്തപുരത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞപ്പോഴും ആത്മവിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഷ്ട്രീയ കേരളമൊക്കെ അംഗീകരിച്ച ഒരു ശക്തിയായി കാന്തപുരം മാറിയ ഈ കാലത്തിലും കാന്തപുരം ഒന്നുമല്ലെന്ന് പറഞ്ഞു നടക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് മർക്കസിലേക്ക് വന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ ക്യൂ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. സേവനത്തിന്റെ പാതയിൽ വിദ്യാഭ്യാസ വിപ്ലവ രംഗത്ത് കാന്തപുരം ഉസ്താദ് കുതിക്കുക തന്നെ ചെയ്യും. കാലത്തിനും സമൂഹത്തിനും കരുതിവെച്ച ഒരു പിടി നന്മകളുമായുള്ള ആ മുന്നേറ്റത്തിന് വഴിമുടക്കാതെ മാറി നിൽക്കാനെങ്കിലും ശ്രമിക്കണം നന്മയോട് കൂറുള്ളവർ. കൊലപാതകത്തിന് കൂട്ടുനിന്ന ഒരു രാജ്യദ്രോഹി നിയമസഭയിലേക്ക് എത്തിയതുകൊണ്ട് തീരുന്നതല്ല ഈ പ്രസ്ഥാനത്തിന്റെ വീര്യവും നെഞ്ചൂക്കും. ബദർ മാത്രമല്ല, ഉഹുദും നമുക്ക് പാഠാണ്. നേരിന്റെ പക്ഷത്ത് വിജയം മാത്രമല്ല, ഭൗതിക സമരങ്ങളിൽ തോൽവിയും ഒരുപാടുണ്ടായിട്ടുണ്ട് എന്ന ചരിത്രബോധ്യം നമുക്കുള്ള കാലത്തോളം തോൽപ്പിക്കാൻ കഴിയില്ല നമ്മുടെ ആത്മവീര്യത്തെയും പ്രസ്ഥാനികാവേശത്തെയും എന്ന കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയേ തീരൂ.